ടെക്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 50,000 രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെയുള്ള സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ വണ്ടികളും മിഡിൽ ക്ലാസ് സെഗ്മെന്റിൽ വരുന്ന വണ്ടികളും സെഡാൻ ടൈപ്പ് കാറുകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്ന വണ്ടികളുടെ ലൊക്കേഷനും കോൺടാക്ട് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലുമായി പിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാറുകൾ വീഡിയോയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും താഴെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർഡ് ഫിഗോ 2011 മോഡൽ. ZXi ആണ് വേരിയൻ്റ് വന്നിട്ടുള്ളത്. നിലവിൽ 92,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. 1400 cc വരുന്ന ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 17 മുതൽ 20 കിലോമീറ്റർ വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. 60% ടയർ കണ്ടീഷനും കാണുന്നുണ്ട്. AC, മ്യൂസിക് സിസ്റ്റം, 2 ഡോർ പവർ വിൻഡോസ് എന്നിവ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഇൻറ്റീരിയേഴ്സാണ് കാണുന്നത്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 2,15,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. 1 ലക്ഷം രൂപ വരെ ലോൺ സൗകര്യവും ഈ ഒരു വാഹനത്തിന് ലഭ്യമാണ്. മാരുതിയുടെ ആൾട്ടോ LXi ആണ് വേരിയൻ്റ് വന്നിട്ടുള്ളത്. 2006 മോഡൽ. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. 800 cc വരുന്ന ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ്. 16 മുതൽ 18 കിലോമീറ്റർ വരെയാണ് മൈലേജ്. പുതിയ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം എന്നിവ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഇൻറ്റീരിയേഴ്സാണ് കാണുന്നത്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 95,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ആൾട്ടോ K10 VXi ആണ് വേരിയൻ്റ് വന്നിട്ടുള്ളത്. 2013 മോഡൽ. നിലവിൽ 59,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. 1000 cc വരുന്ന ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ്. 15 മുതൽ 17 കിലോമീറ്റർ വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. 70% ടയർ കണ്ടീഷനും കാണുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, 2 ഡോർ പവർ വിൻഡോസ് എന്നിവ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 2,35,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. 1.5 ലക്ഷം രൂപ വരെ ലോൺ സൗകര്യവും ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. മാരുതിയുടെ ആൾട്ടോ LXi ആണ് വേരിയൻ്റ്. 2010 മോഡൽ. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. 800 cc വരുന്ന ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ്. 16 മുതൽ 18 കിലോമീറ്റർ വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. പുതിയ ടയേഴ്സാണ് കാണുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം എന്നിവ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. നീറ്റ് ഇൻറ്റീരിയേഴ്സാണ് കാണുന്നത്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 1,50,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. 80,000 രൂപ വരെ ലോൺ സൗകര്യവും ഈ ഒരു വാഹനത്തിന് ലഭ്യമാണ്. മാരുതിയുടെ 800 2001 മോഡൽ. നിലവിൽ 89,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. നോൺ AC വേരിയൻ്റ് ആണ് വണ്ടി. 800 cc വരുന്ന ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ്. 15 മുതൽ 18 കിലോമീറ്റർ വരെയാണ് മൈലേജ് ലഭിക്കുന്നത്.
പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 50,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാരുതിയുടെ 800 2007 മോഡൽ. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 94,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 90% ടയർ കണ്ടീഷനും കാണുന്നുണ്ട്. പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. 800 cc വരുന്ന ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ്. 15 മുതൽ 18 കിലോമീറ്റർ വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. ഇൻറ്റീരിയറിൽ AC മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 85,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാരുതിയുടെ 800 2005 മോഡൽ. നിലവിൽ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. ആവറേജ് ടയേഴ്സ് ആണ് കാണുന്നത്. AC മ്യൂസിക് സിസ്റ്റം ഇൻറ്റീരിയേഴ്സിൽ ഉൾപ്പെടുന്നുണ്ട്. 800 cc വരുന്ന ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ്. 15 മുതൽ 18 കിലോമീറ്റർ വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 85,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാരുതിയുടെ സ്വിഫ്റ്റ് VDI ആണ് വേരിയൻ്റ് വന്നിട്ടുള്ളത്. നിലവിൽ 1,08,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 2008 മോഡൽ. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. 1250 cc വരുന്ന ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 17 മുതൽ 20 കിലോമീറ്റർ വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ആവറേജ് ടയേഴ്സും കാണുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 2,20,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. 1,00,000 രൂപ വരെ ലോൺ സൗകര്യവും ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. ഷവർലയുടെ ബീറ്റ് 2013 മോഡൽ. നിലവിൽ 85,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 1000 cc വരുന്ന ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 18 മുതൽ 23 കിലോമീറ്റർ വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. പുതിയ ടയേഴ്സാണ് കാണുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം എന്നിവ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 1,65,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. 65,000 രൂപ വരെ ലോൺ സൗകര്യവും ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. ഹുണ്ടായുടെ വെർണ 2010 മോഡൽ. SX ആണ് വേരിയൻ്റ് വന്നിട്ടുള്ളത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 1,29,000 കിലോമീറ്ററാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത്. പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. 1500 cc വരുന്ന ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 14 മുതൽ 16 കിലോമീറ്റർ വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ആവറേജ് ടയേഴ്സാണ് കാണുന്നത്. ഓട്ടോമാറ്റിക് AC, 4-door പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് എന്നിവ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 2,20,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. 1,00,000 രൂപ വരെ ലോൺ സൗകര്യവും ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ട്.
ഷവർലയുടെ ക്രൂസ് 2011 മോഡൽ. LT ആണ് വേരിയൻ്റ് വന്നിട്ടുള്ളത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. 90,000 കിലോമീറ്ററാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത്. പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. 2000 cc വരുന്ന ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 14 മുതൽ 16 കിലോമീറ്റർ വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. പുതിയ ടയേഴ്സാണ് കാണുന്നത്. AC, മ്യൂസിക് സിസ്റ്റം, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, എയർ ബാഗ്സ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിവ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 3,40,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. 1.5 ലക്ഷം രൂപ വരെ ലോൺ സൗകര്യവും ഈ ഒരു വാഹനത്തിന് ലഭ്യമാണ്. സ്വിഫ്റ്റ് ഡിസയർ 2012 മോഡൽ. VDI ആണ് വേരിയൻ്റ് വന്നിട്ടുള്ളത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 92,000 കിലോമീറ്ററാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത്. പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. 1250 cc വരുന്ന ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 17 മുതൽ 19 കിലോമീറ്റർ വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ആവറേജ് ടയേഴ്സാണ് കാണുന്നത്. AC, മ്യൂസിക് സിസ്റ്റം, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് എന്നിവ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഇൻറ്റീരിയേഴ്സാണ് കാണുന്നത്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 3,50,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. 2,50,000 രൂപ വരെ ലോൺ സൗകര്യവും ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. നിസാൻ സണ്ണി 2013 മോഡൽ. XL ആണ് വേരിയൻ്റ് വന്നിട്ടുള്ളത്. നിലവിൽ 56,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. 1450 cc വരുന്ന ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 18 മുതൽ 22 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. AC, 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് എന്നിവ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. അലോയ് വീൽസോട് കൂടിയ 60% ടയർ കണ്ടീഷനും കാണുന്നുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഇൻറ്റീരിയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 3,25,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. 1,90,000 രൂപ വരെ ലോൺ സൗകര്യവും ഈ ഒരു വണ്ടിക്ക് ലഭ്യമാണ്. മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ 2013 മോഡൽ. VDI ആണ് വേരിയൻ്റ് വന്നിട്ടുള്ളത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. 1250 cc വരുന്ന ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 18 മുതൽ 24 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ആവറേജ് ടയേഴ്സും കാണുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് എന്നിവ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 3,80,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. 2,70,000 രൂപ വരെ ലോൺ സൗകര്യവും ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ട്.